എല്ലാവരോടും ഞാൻ അംബിക ചാലക്കുടി തൃശ്ശൂർ ചാലക്കുടിയിലാണ് എൻ്റെ വീട്. സ്റ്റിച്ചിങ് ക്ലാസ്സൊക്കെ വീട്ടിൽ തന്നെയാണ് നടത്തുന്നത്. ചാലക്കുടി വനിത ITIയുടെ അടുത്ത്. അപ്പം ഞാൻ ഈ ഇടയായിട്ട് ചെറിയ ഒരു യൂട്യൂബ് ചാനലൊക്കെ എൻ്റെ പേരിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുറേ എനിക്ക് പഠിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഞാനിവിടെ പറയണത്. ക്ലാസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ വളരെ സാവധാനം അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ പറയാത്തത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ 9995076342ലേക്ക് വിളിക്കുക. പിന്നെ കൂടാതെ എൻ്റെ ചാനലൊക്കെ എനിക്ക് സപ്പോർട്ട് വേണം നിങ്ങളുടെ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ എനിക്ക് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്ലീവ് കട്ട് ചെയ്യണതിൻ്റെ വ്യത്യാസങ്ങളും അവിടെ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളതാണ്. ഞാൻ ചെയ്യണ രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പലരും പല രീതിയിലായിരിക്കും സ്ലീവൊക്കെ കട്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ ചെയ്യണ രീതിയാണ് ചെയ്യണത്. ശരിയാണ്. അപ്പോൾ നമുക്ക് ആ സ്ലീവിൻ്റെ ക്ലാസ്സിലേക്ക് പോവാം. ഞാനൊരു വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ പഫ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവരും എന്താണെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേഗം പറയണില്ല, സ്പീഡിൽ പറയണില്ല. സാവധാനം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിലൊക്കെയാണ് പറയണത്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ഇത് 10 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു സ്ലീവാണ് ഞാൻ കട്ട് ചെയ്യാൻ പോണത്. പഫ് സ്ലീവ് 10 ഇഞ്ച് ലെങ്ത്തുള്ള പഫ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ 10 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം. 11.5 പ്ലസ് 2.5 ഇഞ്ച് നമ്മൾ പഫിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് വേറെ എക്സ്ട്രാ ആഡ് ചെയ്യണം. നമ്മൾ നോർമൽ പഫ് സ്ലീവാണിത്. നോർമൽ പഫ് സ്ലീവാണ്, അധികം ഇങ്ങനെ പഫൊന്നുമില്ല. അപ്പം നമുക്ക് അതിന് നോർമൽ പഫ് സ്ലീവിന് നമ്മൾ എക്സ്ട്രാ കൂട്ടുന്നത് തയ്യൽ തുമ്പിൻ്റെ സ്ലീവ് ലെങ്ത്തിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടാതെ എക്സ്ട്രാ 2 ഇഞ്ച് 2.5 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ കൂട്ടണം. ഇനിയിപ്പോൾ എങ്ങനെയാണ് മടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ്. നമുക്ക് ഇത് നമ്മുടെ മൊത്തം വീതിയാണ് കേട്ടോ, മടക്കിയിട്ടിട്ടുള്ള മൊത്തം വീതിയുണ്ട്. അപ്പം എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ഇത് ഇങ്ങനെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഓപ്പൺ വന്നിട്ടുണ്ട്, ഓപ്പൺ ഭാഗം വന്നിട്ടുണ്ട്. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കുക. ഇവിടെ ഫോൾഡിങ് ഭാഗം വരണം. അപ്പം എന്ത് ചെയ്യണം, നമുക്കിനി ലെങ്ത്ത് എങ്ങനെ പഫ് സ്ലീവ് കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് താഴേന്ന് അളക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 10 ഇഞ്ചാണ് നമ്മുടെ കറക്റ്റ് ലെങ്ത്ത് വേണ്ടത്. അതുകൂടാതെ ഒരു 1.5 ഇഞ്ച് നമുക്ക് ഇവിടെ താഴെ മാർക്ക് ചെയ്യാം. ഇത് അടി മടക്കി അടിക്കാനും തുന്നാനും വേണ്ടിയിട്ടുള്ളതാണ് 1.5 ഇഞ്ച്. പിന്നെ ഇനി നമുക്ക് ഇവിടെ നിന്ന് 10 ഇഞ്ച് മുകളിലേക്ക്, അത് കൂടാതെ നമുക്ക് 2.5 ഇഞ്ച് ഇവിടേക്ക് പഫിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 10 ഇഞ്ചിൻ്റെ ഒരു വരയും കൂടി ഇവിടെ കൊടുക്കണം നമുക്ക്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പഫ് സ്ലീവ് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാനായിട്ട് എളുപ്പം കഴിയും. ഇനി എന്ത് വേണം, നമ്മൾ ഈ ഇത് പഫിനുള്ളതാണ് കേട്ടോ. ഈ ഭാഗം നമ്മൾ ഈ വരച്ചതിൽ നിന്ന് മുകളിലേക്കുള്ള ഭാഗം നമ്മൾ ഈ 10 ഇഞ്ച് ലെങ്ത് ഉണ്ടല്ലോ, ഈ 10 ഇഞ്ചിന്റെ ഈ ലെങ്ത് ഇവിടെ നിന്ന് 1.5 കഴിച്ചിട്ടുള്ള 10 ഇഞ്ച് ഉണ്ട്. ആ 10 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം നമുക്ക് പഫിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഷേപ്പ് വരയ്ക്കണം നമുക്ക്. പിന്നെ ഇനി ഒരു കാര്യം കൂടി, നമ്മൾ ഇങ്ങനെ മടക്കുമ്പോൾ എപ്പോഴും ഇപ്പം ഇത് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ മറുവശമായിരിക്കണം എപ്പോഴും, ഉള്ളിൽ മറുവശമായിരിക്കണം. അവർ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും. പക്ഷെ എന്നിരുന്നാലും ശ്രദ്ധിക്കണം, നിങ്ങൾ ഇവിടെ നല്ല ഭാഗം വരണം. ഈ 2 ഭാഗവും ഉൾഭാഗം എപ്പോഴും നമുക്ക് മറുവശമായിട്ട് മടക്കി, നമുക്ക് തെറ്റില്ല, സ്ലീവ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റില്ല. അതായത് എല്ലാ മെറ്റീരിയലും ഇങ്ങനെ എന്താ പറയുക, അകമ്പുറം ഒന്നും ഇല്ലാത്തതാണ്. അപ്പം അകമ്പുറം ഇല്ലാത്ത മെറ്റീരിയലൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യാം. അപ്പം എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇതുപോലെ ഉൾഭാഗത്തൊക്കെ ഒരു ഇൻറ്റൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ വശത്ത് നല്ല വശത്ത് ഒരു റേറ്റ് ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് അകമ്പുറം മറയാതെ ശ്രദ്ധിച്ചെടുക്കാനൊക്കെ പറ്റും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ ഈ വീതി എന്താണെന്ന് വെച്ചാൽ ചെസ്റ്റ് റൗണ്ട് ബൈ 4 - 1 അതാണ് നമ്മളുടെ ഈ വീതി വരേണ്ടത്. നമ്മളിങ്ങനെ മടക്കിയിടുമ്പോൾ വരേണ്ട വീതി ചെസ്റ്റ് റൗണ്ട് ബൈ 4 - 1. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതാണല്ലോ നമ്മുടെ കറക്റ്റ് ലെങ്ത്, ഇതാണ്, ഇവിടേക്ക് പഫാണ്. പിന്നെ എന്ത് വേണം, നമുക്ക് ഈ ലൈനിൽ നിന്ന് ഇവിടെ നമ്മളിങ്ങനെ 10 ഇഞ്ചിന്റെ ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മടക്കി അടിക്കാനും അരികു മടക്കി അടിക്കാനും തുന്നാനും ഉള്ളതാണ് ഇവിടെ. ഇപ്പം ഞാൻ ലൈനിങ് ഇടണില്ല കേട്ടോ, ഇതിന് ലൈനിങ് ഇടാത്ത സ്ലീവാണ്. അപ്പം എന്ത് ചെയ്യണം, ഈ 10 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് നമ്മൾ ഇവിടേക്ക് വരയ്ക്കുക. 4 ഇഞ്ച്
ഷേപ്പിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഈ 4 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് ഒരു വര കൊടുക്കാം. ഈ 10 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു വര കൊടുക്കാം. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഷേപ്പ് ഇങ്ങനെ എവിടെ ചേരണം, പഫിന്റെ ഷേപ്പ് എവിടെ വന്ന് മുട്ടറന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്ത് ചെയ്തു, നമ്മൾ ഈ സ്ലീവിന് ഇവിടെ നിന്ന് ഈ 10 വെച്ചില്ലേ, ഇവിടെ ദേ ഇങ്ങോട്ട് 10 ഇഞ്ച് ഉണ്ട്. ഈ കോർണറിൽ നിന്ന് ഇപ്പുറത്തേക്ക് 4 ഇഞ്ചിൽ നിന്ന് ഇവിടേക്ക് 10 ഇഞ്ച് ഉണ്ട്. അതിനെ പകുതിയാക്കാം. അതിന്റെ പകുതി 2.5 ഇവിടെ കിട്ടി. അപ്പൊ ഈ 4 ഭാഗമാക്കണം നമ്മൾ ഇതിനെ. അപ്പൊ ഈ ഫസ്റ്റ് പകുതി സെന്റർ ശ്രദ്ധിക്കേണ്ട, അതിന് കഴിഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കണം ഇവിടെ. ഇനി എന്ത് ചെയ്യണം, താഴെ നമുക്ക് സ്ലീവ് റൗണ്ട് അടയാളപ്പെടുത്തണം. സ്ലീവ് റൗണ്ട് തയ്യൽ തുമ്പ്. സ്ലീവ് റൗണ്ട് ഇവിടെ എനിക്ക് 10.5 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പകുതി 5.25 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ വരണം. എന്നിട്ട് ഈ തയ്യൽ തുമ്പിൽ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. താഴെ വരെ ഇവിടെ വരയ്ക്കണം കേട്ടോ. ഇനി എന്ത് ചെയ്യണ്ടേ, ഇനി നമുക്ക് പഫ് വരയ്ക്കാം. നമുക്ക് ഈ പഫ് വരയ്ക്കുമ്പോൾ എന്ത് വേണം, ഇനിയും 2.5 ഇഞ്ച് ഉണ്ട്. പിന്നെ ഇനി 2.5 ഇഞ്ച് ഇങ്ങോട്ടും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരണമെങ്കിൽ, നല്ലോണം പഫ് ഭയങ്കരമായിട്ട് പൊന്തി നിൽക്കണമെങ്കിൽ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ കുനിച്ചു വരയ്ക്കണം ഇവിടെ ഈ മുകൾ ഭാഗത്ത്. അല്ല നോർമലായിട്ട് വേണമെങ്കിൽ സാവധാനം ഇങ്ങനെ ഒന്ന് ഇത് ചെറിയൊരു കർവ് കൊടുക്കുക. ഈ കർവ് എവിടെ വരണം, ഈ പകുതിയിൽ ഈ ലൈൻ വരച്ചിട്ടില്ലേ, ഈ ലൈൻ വരച്ചേലേക്ക് വന്ന് വേണം ചേരാനായിട്ട്. കണ്ടോ, ഇവിടെ ഈ ലൈൻ വരച്ചേലേക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ലൈനൊക്കെ കൊടുത്ത് ഇതിനെ ഒരു പോയിന്റ് കണ്ടുപിടിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പിന്നെ ഇനി 2.5 ഇഞ്ചിൽ ഇവിടെ ഒരു കട്ട് മാർക്ക് കൊടുക്കണം. ഇവിടെയും നമുക്ക് കട്ട് മാർക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെയാണ് ഇങ്ങനെ ഞെറിയിടണത് ഈ ഭാഗത്ത്. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇവിടെ ഈ പഫിൻ്റെ ഇതിൽ കൂടെ വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പോകണം. ഞാൻ ഇങ്ങനെ ഒന്ന് ഇവിടെ നിന്ന് എടുക്കാം. ഈ വരയെന്ന് വേണം തയ്യൽ തുമ്പ് എക്സ്ട്രാ നമ്മളുടെ സ്ലീവ് റൗണ്ട്, ഹാഫ് സ്ലീവ് റൗണ്ട് പ്ലസ് തയ്യൽ തുമ്പ്. ഈ തയ്യൽ തുമ്പിൽ നിന്ന് വേണം നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ വരെ കട്ട് ചെയ്തു. ഇനി നമ്മൾ മെറ്റീരിയൽ ഇങ്ങനെ നിൽക്കാൻ പാടില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, കാണാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇത് ഞാൻ അധികം അങ്ങനെ പഫ് ഹൈറ്റ് എടുക്കണ പൊന്നി എടുക്കല് സാധാരണ പഫാണ്. ഇനി എന്ത് ചെയ്തു, ഈ 2.5 ഇഞ്ചിൽ നമ്മളിവിടെ ഒരു കട്ട് മാർക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പോയിന്റിലും ഒരു കട്ട് മാർക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ. അതിനുശേഷം നമുക്ക് കുഴിച്ചു വെട്ടണത് നല്ലതാ പഫിനായാലും. ഇങ്ങനെ തിരിക്കുക, കണ്ടോ, രണ്ടാക്കി ഇങ്ങനെ നിവർത്തി ഈ ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്യുക. 2.5ലേക്കാണ് വരേണ്ടത് കേട്ടോ. ഈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ 2.5ലേക്കാണ് വന്ന് ചേരേണ്ടത് കണ്ടോ. പിന്നെ ഇവിടെ അറിയാൻ വേണ്ടി ഒരു കട്ട് മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.